തിരുവനന്തപുരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് ഹിന്ദു ഐക്യവേദി മാർച്ച് നടത്തി പ്രതിഷേധം അവിടെ ഉണ്ടായി. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി. ഉമേഷ്, വിശദാംശങ്ങൾ. പ്രതിഷേധക്കാരൊക്കെ പോയോ? തീർച്ചയായും പ്രതിഷേധക്കാരെ പൂർണ്ണമായി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കി. ഹിന്ദു ഐക്യവേദി പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരുമാണ് സംയുക്തമായി ഈ ആസ്ഥാനത്തിന്റെ പ്രധാന കവാടത്തിൽ, അതായത് ഈ ഓഫീസിലാണ് ബോർഡ് യോഗം നടക്കുന്നത്. ഇവിടെയാണ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ളവർ ഇരിക്കുന്നത്. ഇവിടെയാണ് ഈ ബോർഡ്, അതായത് ഈ ഗ്രില്ല് പൂർണ്ണമായി കവർ ചെയ്തുകൊണ്ടായിരുന്നു പ്രതിഷേധം. കുറച്ചുപേർ അകത്ത് കയറിയവരെ തുടർന്ന് പോലീസ് തന്നെ ബലം പ്രയോഗിച്ച് പുറത്തേക്ക് എടുത്തു. അതിനുശേഷം ഏകദേശം ഈ 15 മിനിറ്റോളം ഇവിടെ പ്രതിഷേധമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയത്. എന്തായാലും PS പ്രശാന്ത് അടക്കമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗങ്ങളെയും പിരിച്ചുവിടുക, ഒപ്പം രാജിവെക്കുക, അവരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധം. ശരണം വിളികളോടുകൂടിയായിരുന്നു പ്രതിഷേധം നടത്തിയതും. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനം വീണ്ടും ഒരു പ്രതിഷേധങ്ങൾക്ക് സാന്നിധ്യം വഹിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം RYF സമാനമായ പ്രതിഷേധം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് ഇവിടെ മുന്നിൽ നടത്തിയിരുന്നു. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.